ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 4. അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 31, പേജ് നമ്പർ 274. നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യഃ കുരു സത്തമാ. പദാനുപദം. കുരു സത്തമ, അല്ലയോ കുരുശ്രേഷ്ഠ. അയജ്ഞസ്യ, യജ്ഞാനുഷ്ഠാനം ഇല്ലാത്തവന്. അയം ലോകഃ, ഈ ലോകം. ന അസ്തി, ഇല്ല. അന്യഃ, അന്യമായ ലോകം. കുതഃ, എങ്ങനെ. ഭവിഷ്യതി, ഉണ്ടാകും. വിവർത്തനം. കുരുശ്രേഷ്ഠ, യജ്ഞമനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ തന്നെ സന്തുഷ്ടിയോടെ ജീവിക്കാനാവില്ല, പിന്നെയല്ലേ പരലോകത്തിൽ. ഭാവാർത്ഥം. ലോകത്തിൽ ഏതു തരത്തിലുള്ള ഭൗതികാവസ്ഥയിലായിരുന്നാലും ഒരാൾ തൻ്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് അജ്ഞൻ തന്നെ. ഈ ഭൗതിക ലോകത്തിലെ നമ്മുടെ നിലനിൽപ്പ് പാപകൃത്യങ്ങളുടെ പെരുകിവരുന്ന പ്രതികരണങ്ങൾ മൂലമാണ്. അജ്ഞാനമാണ് പാപഭരിതമായ ജീവിതത്തിന് കാരണം. പാപമയമായ ജീവിതമാണ് നമ്മെ ഭൗതികാസ്തിത്വത്തിൽ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. ഈ കുരുക്കിൽ നിന്ന് വിട്ടുപോകാൻ ഒരു പഴുതേയുള്ളൂ. മനുഷ്യജന്മം, ധർമ്മം, സാമ്പത്തിക മേന്മ, നിയന്ത്രിതമായ ഇന്ദ്രിയ സുഖഭോഗം, അവസാനമായി ക്ലേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടാനുള്ള ഉപായം എന്നിങ്ങനെ വഴികൾ നിർദ്ദേശിച്ചുകൊണ്ട് രക്ഷപ്പെടുവാനുള്ള അവസരം വേദങ്ങൾ നൽകുന്നുണ്ട്. ധർമാചരണവും മുൻപറഞ്ഞ വിവിധ യജ്ഞങ്ങളും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കാനുതകും. യജ്ഞാനുഷ്ഠാനം കൊണ്ട് വേണ്ടത്ര ആഹാരപദാർത്ഥങ്ങളും പാൽ മുതലായവയും ലഭിക്കുന്നതാണ്. ജനപ്പെരുപ്പമുണ്ടായിരുന്നാൽ പോലും ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണമുണ്ടായാൽ സ്വാഭാവികമായും പിന്നീടുള്ള ആവശ്യം ഇന്ദ്രിയ സുഖമാണ്. അതുകൊണ്ട് നിയന്ത്രിതമായ ഇന്ദ്രിയ പ്രീണനത്തിനായി വേദങ്ങൾ പവിത്രമായ വിവാഹകർമ്മം വിധിച്ചു. അങ്ങനെ ഒരാൾ ക്രമേണ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഭഗവാനുമായുള്ള സമ്പർക്കമാണ് മുക്തിയുടെ പരിപൂർണത. മുമ്പ് വിവരിച്ചതുപോലെ യജ്ഞത്തിലൂടെയത്രേ ഈ പരിപൂർണത കൈവരുന്നത്.
വേദാനുസൃതമായ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ താത്പര്യമില്ലാത്ത ഒരാൾക്ക് ഈ ജന്മത്തിൽ എങ്ങനെ ഒരു സുഖജീവിതം പ്രതീക്ഷിക്കാൻ കഴിയും? അപ്പോൾ പിന്നെ മറ്റൊരു ലോകത്തിലെ വേറൊരു ശരീരം സ്വീകരിച്ചാലത്തെ കഥ പറയണമോ? വ്യത്യസ്തങ്ങളായ ദിവ്യലോകങ്ങളിൽ വ്യത്യസ്ത തോതിലുള്ള ഭൗതിക സുഖങ്ങളുണ്ട്. അവിടെയെല്ലാം വിവിധ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചവർക്ക് അളവറ്റ സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും. എങ്കിലും കൃഷ്ണാവബോധ പരിശീലനം വഴി ആധ്യാത്മിക ലോകങ്ങളിലേക്ക് ഉയരുക എന്നതാണ് മനുഷ്യന് സിദ്ധിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദം. ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗമത്രേ കൃഷ്ണാവബോധം. ഹരേ കൃഷ്ണ.